നടിയെ ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് പുറത്ത് 1709 പേജുള്ള വിധിപ്പകർപ്പാണ് പുറത്തുവന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല. കോടതിക്കും ജഡ്ജിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ അവഗണിക്കുന്നുവെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, വിധിപ്പകർപ്പിന്റെ പകർപ്പാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിധിയിൽ വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഏറെ കാത്തിരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി, അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ പരാജയങ്ങൾ എവിടെയൊക്കെയാണ്, എന്തുകൊണ്ട് ദിലീപ് ഈ കേസിൽ നിന്ന് ഊരിപ്പോയി, ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഇതിന്റെ വിധിപ്പകർപ്പ് ലഭ്യമാകണം. വിധിപ്പകർപ്പിൽ മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ കോടതിയിൽ നടന്ന വിധി പ്രസ്താവത്തിൽ ജഡ്ജി നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. ആ ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ വിധി പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ആകെ 1709 പേജുകളാണ് ഈ വിധി പകർപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അതിൻ്റെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. ബൃഹത്തായിട്ടുള്ള ഒരു രേഖ തന്നെയാണ് ഉള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ കോടതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് നടത്തിയത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ പ്രയാസമാണ് ഒരു ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള സോളിഡായിട്ടുള്ള എവിഡൻസ് വേണ്ട ഒരു വസ്തുതയാണ്. അത് തെളിയിക്കാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. 6 പേർക്ക് 20 വർഷം കഠിന തടവെന്ന് വിധിയിൽ പറയുന്നുണ്ട്. അത് നേരത്തെ പുറത്തു വന്ന ഒരു വിവരമാണ്. കോടതിക്കും ജഡ്ജിക്കും എതിരെയുള്ള ആരോപണങ്ങൾ അവഗണിക്കുന്നു എന്നും ഈ വിധി പകർപ്പിൽ പറയുന്നു എന്നുള്ളതാണ്. ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള ഈ വിധി പുറത്തു വന്നപ്പോൾ കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ചോദ്യം ചെയ്തുകൊണ്ടെല്ലാം പല വിധത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളെല്ലാം തന്നെ പല ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും തള്ളിക്കളയുകയാണ് എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അതായത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പക്ഷപാതപരമായാണ് പ്രവർത്തിച്ചതെന്ന് ദിലീപ് വാദിച്ചിരുന്നു. ഒപ്പം തന്നെ വിചാരണ കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഈ രണ്ട് വാദങ്ങളും മുഖവിലക്കെടുക്കുന്നില്ല എന്ന് കോടതി പറയുന്നു. അതുപോലെ തന്നെ ബി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപിന്റെ വാദങ്ങൾ കൂടി കോടതി തള്ളുകയാണ് എന്നുള്ളതാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോടതിയും പക്ഷപാതപരമായി പെരുമാറിയെന്ന ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങളെ കോടതി തള്ളുകയാണ്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കട്ടെ എന്നാണ്. അതായത് മറ്റ് സാമൂഹ്യമായിട്ടുള്ള സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ പല വിധത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾക്കും, അതായത് മുൻവിധികൾക്കും കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല. പൂർണ്ണമായും കോടതിക്ക് മുമ്പിലെത്തിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതിക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയൂ. ആ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിധി പകർപ്പിൻ്റെ പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുമാർ മേനോനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ SIT അന്വേഷിച്ചിട്ടില്ല എന്നും ദിലീപ് ഈ വാദത്തിൻ്റെ ഇടയ്ക്ക് ആവർത്തിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതി തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൂടുതൽ വ്യക്തമാകുന്നത്. എന്തായാലും ഈ 1700-ലധികം പേജുകളുള്ള ഈ വിധിയുടെ പകർപ്പ് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം സങ്കീർണമായിട്ടുള്ള കേസാണ്. ഇതിൽ മെമ്മറി കാർഡിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതായത് ഹാഷ് വാല്യൂ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളുണ്ട്. ഒപ്പം തന്നെ ദിലീപിന് പുറത്തേക്ക് വഴിയൊരുക്കിയത് ഏതെല്ലാം തെളിവുകളുടെ അഭാവമാണ്, ഏതെല്ലാം പ്രോസിക്യൂഷൻ സമർപ്പിച്ച പല തെളിവുകളുണ്ട് ദിലീപിന് ഈ ഗൂഢാലോചന പങ്കുണ്ട് എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ജയിലിൽ നിന്ന് അയച്ചിട്ടുള്ള കത്ത് അതടക്കം, അതുപോലെ തന്നെ മറ്റ് പല ഫോൺ രേഖകൾ, ഇതെല്ലാം പല മൊഴികളും ബാലേന്ദ്ര സംവിധായകനായിട്ടുള്ള ദിലീപിൻ്റെ സഹായിയുടെ അടക്കമുള്ള മൊഴികളുണ്ട്. ഇതെല്ലാം കോടതി പ്രോസിക്യൂഷൻ തെളിവായി ദിലീപിന് ഈ സംഭവത്തിൽ ഗൂഢാലോചന പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്ന ഒന്നാണ്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. കാരണം അത് വ്യക്തമായ ദിലീപിനെ സംശയലേശമന്യേ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകളായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിധി പകർപ്പിൽ അതിൽ ഏതെല്ലാം രീതിയിലാണ് അതിനെ ബാധിച്ചിരിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകും.
ഉണ്ടാകും. അതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന അനിവാര്യമാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇതിന്റെ വിധി പകർപ്പ് പുറത്തു വന്നത്. കൂടുതൽ പരിശോധനയിൽ ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിഷയങ്ങളിലെല്ലാം കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, 1709 പേജുകളുള്ള വിധിപ്പകർപ്പാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല, കോടതിക്കും ജഡ്ജിക്കും എതിരെയുള്ള ആരോപണങ്ങൾ അവഗണിക്കുന്നുവെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. കൊച്ചിയിൽ നിന്നും മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.